അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഒരു ഹുദയുണ്ട്, ഒരു വെളിച്ചമുണ്ട്, ഒരു സന്മാർഗമുണ്ട്. നമ്മൾ എങ്ങനെയാണ് മുസ്ലിമായത്? ബൈ ചാൻസിൽ മുസ്ലിമായി എന്നാണ് ഉത്തരം. എന്റെ ഉമ്മയും എന്റെ ബാപ്പയും മുസ്ലിമായതുകൊണ്ട് ഞാൻ മുസ്ലിമായി. ഇസ്ലാം എനിക്ക് ചാൻസ് അല്ല, ഇസ്ലാം എന്റെ ചോയ്സ് ആണ് എന്ന് പറയണം. ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി, ഞാൻ തെരഞ്ഞെടുത്തു. എന്റെ യഥാർത്ഥമായ തെരഞ്ഞെടുപ്പ് എനിക്ക് ബോധ്യപ്പെട്ടു, ശരി ഏതാണ്, അതെന്റെ ഇസ്ലാമാണ്. എന്നിട്ട് മുറുകെ പിടിക്ക്. ആ ഇസ്ലാം അവനവന്റെ ജീവിതത്തിന്റെ കർമ്മപദങ്ങളിലേക്കൊന്ന് കൊണ്ടുപോവാ. എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുക, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഈ ആശയധാരകളുടെ പിറകെയല്ല ഞാൻ, LGBTQ പിറകെയല്ല ഞാൻ, ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ പിറകെയല്ല ഞാൻ. എനിക്ക് കൃത്യമായ ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, ആത്മാർത്ഥമായ 1000 ഉറക്കെ നമ്മൾ പ്രഖ്യാപിക്കേ, അള്ളാഹുവിന്റെ മാർഗദർശനം അതാണ് യഥാർത്ഥമായ മാർഗദർശനം. എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ഇനി എങ്ങോട്ട് പോകണം, ഞാൻ ഏതിലൂടെ പോകണം എന്നെനിക്ക് കൃത്യമായി പഠിപ്പിക്കുന്ന ആശയധാര അത് ഇസ്ലാം മാത്രമാണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയും. ക്യാമ്പസിലേക്ക് എത്തിയാൽ എന്റെ മതം ഇസ്ലാമാണ് എന്ന് 1000 ഉറക്കെ പ്രഖ്യാപിക്കേ. എന്റെ ഇസ്സത്ത് എന്റെ പ്രതാപം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും മുറുകെ പിടിക്കലാണ് എന്ന് പറ. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ലിബറലിസം ആരംഭിച്ച പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചവച്ചു തുപ്പിയ ആശയങ്ങളെ ഇന്ന് കേരളക്കര ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ റസൂലുള്ളാഹി കാൽച്ചുവട്ടിൽ അരച്ചുകളഞ്ഞ ലിബറൽ ചിന്താഗതികളെ എടുത്തുപേറുന്ന ആളുകളാകരുത്. നമ്മൾ ഇസ്ലാമിനെ ഇസ്സത്തോടുകൂടി കണ്ട് അതിന്റെ പ്രതാപം വാനോളം ഉയർത്തിപ്പിടിച്ച് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യാർത്ഥിത്വം നമ്മൾക്കുണ്ടാകണമെന്നാണ് വീണ്ടും ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്.